ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് അടിപൊളിയായിട്ടുള്ള നല്ല പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പഴംപൊരി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഒരു 1-2 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര പഴം നല്ല പഴുത്ത് നല്ല മധുരമുള്ള പഴം ആയതുകൊണ്ടാണ്. മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് മാവ് കലക്കി നോക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റാണ്. 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൈദപ്പൊടി, അരിപ്പൊടി, പഞ്ചസാര, ഈസ്റ്റ്, ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് ഈ ഒരു സ്ട്രക്ചറിൽ കലക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് പഴംപൊരിക്ക് നല്ലൊരു ഭംഗിയൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലേശം ഇട്ടാൽ മതി, ഒരു ഭംഗിയൊക്കെ വരാൻ വേണ്ടി. പിന്നെ ലേശം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒത്തിരി വെള്ളം ആവണ്ട കേട്ടോ. നല്ല ഇച്ചിരി അത്യാവശ്യം ഈ ഒരു എഫക്റ്റിൽ വേണം നമ്മുടെ മാവിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കേണ്ടത്. ഒത്തിരി വെള്ളം കൂടണ്ട കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് നല്ല പഴുത്ത ഒരു 6-7 പഴം എടുത്ത് 2ആയിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവ് എന്നിട്ട് ഞാൻ അരമണിക്കൂർ അടച്ചു വെച്ച ശേഷമാണ് മാവ് ഇത് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എടുത്തത്. കാരണം അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് ആ മാവിന് നല്ലൊരു ഈസ്റ്റ് ഇട്ടതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കയറി വരത്തുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഴംപൊരി എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം മാവിൽ മുക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇടുന്ന ടൈമിൽ തീ ഹൈയിൽ വയ്ക്കുക. ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മീഡിയത്തിലോട്ട് ഫ്ലെയിം മാറ്റുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ബൾജി ബലൂൺ പോലെ വീർത്തൊക്കെയാണ് നമ്മുടെ പഴംപൊരി വരുന്നത്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ മേടിക്കുന്നോ അതുപോലത്തെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇടുന്ന പഴംപൊരി മാവിൽ മുക്കി ഇടുന്ന ടൈമിൽ എണ്ണ എപ്പോഴും നല്ല ചൂട് വേണം. അന്നേരം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം നിങ്ങൾ പഴം മാവിൽ മുക്കി ഇടേണ്ടത്. അപ്പോൾ അത് എന്ത് എളുപ്പത്തിന് ഞാൻ വറുത്തെടുക്കുന്നതെന്ന് നോക്കി. നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി പഴംപൊരിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുക. ഇതേ മാവിൽ തന്നെ ഞാൻ ബ്രെഡ് ഇരുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇടുമ്പോൾ കുറച്ച് മധുരം കൂടെ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നല്ലതായിരിക്കും. ലേശം ആ മാവിൽ മധുരം കൂടെ ഇട്ടിട്ട് ഈ ബ്രെഡ് നന്നായിട്ട് 2 സൈഡ് നന്നായിട്ട് മാവിൽ മുക്കി എണ്ണ ചൂടായി വരുന്ന എണ്ണയിലോട്ട് ഇതിട്ട് കൊടുക്കുക. വളരെ സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് മക്കൾ വരുമ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ ഇരുന്നോട്ടേ. അപ്പോൾ നല്ല പഴംപൊരിയും നല്ല അടിപൊളി ബ്രെഡ് റോസ്റ്റും ഇവിടെ തയ്യാറായി. അപ്പോൾ എന്ത് എളുപ്പത്തിനായി ഇനി ചായക്കടയിൽ പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് പഴംപൊരിയും ബ്രെഡൊക്കെ മുറിച്ചെടുക്കാമെന്നേ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഒപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം. എങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി